असर अब करता मेरी राहत तुझसे मेरी चाहत तुझसे मुझे बस यही रह जाना. ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. ഡെസ്ക് മേക്ക് ഓവർന്നോ വാൾ ഡെക്കോർന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതൊരു ഭയങ്കരമായിട്ട് സെറ്റപ്പ് ചെയ്തൊന്നുമല്ല, ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ചെറിയ കുട്ടി സാധനങ്ങളും മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ റിബൺസ് ഇങ്ങനെ കുട്ടി കുട്ടി റിബൺസ് ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പിൻട്രസ്റ്റിൽ കുറേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വാളിൽ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ റിബൺസ് വെക്കുമ്പോൾ നല്ല എസ്തെറ്റിക് ലുക്ക്. സോ അത് ഒട്ടിച്ചപ്പോഴും എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. അപ്പോൾ ഞാൻ അതിനെ കുറിച്ച് എൻ്റെ പ്രിൻസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തു. ഫൈനൽ ലുക്ക് എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഞാൻ കുറച്ച് പ്രിൻസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോസും എൻ്റെ ഫാമിലിയുടെ ഫോട്ടോസും കൂടുതൽ എൻ്റെയാണ്. ആ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു വാൾ ഗ്രിഡ് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. സോ അതിനായിട്ടുള്ള പ്രിൻസും കാര്യങ്ങളും കട്ട് തന്നെയാണ്. കുറച്ചധികം പ്രിൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ജേർണൽസൊക്കെ ചെയ്യുമ്പോൾ അതിന് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പ്രിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതലും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഫോട്ടോസാണ് ഞാൻ എടുത്തത്. കൂടുതലും എൻ്റെയാണ്. ഈ കാണുന്ന സുന്ദരി കുട്ടിയാണ് ഞാൻ. ഇതൊരു വയസ്സെന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ്. സോ പിന്നുള്ളത് എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ, പിന്നെ കൂടുതലും എൻ്റെ ഫോട്ടോസൊക്കെയാണ് ഞാൻ എടുത്തത്. സോ ഈ വാൾ ഗ്രിഡ് ചെയ്യാനുള്ള മെയിൻ സംഭവം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈ ഫ്രാങ്ക്ലൈറ്റ് സ്റ്റീൽ വാൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ പുറത്ത് കിടന്ന ഒരു ആൻറ്റി സിൽവർ ഗില്ല് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. സംഭവം ഇത് എക്സാക്ട് സെയിം തന്നെയാണ്, കുറച്ച് വെയിറ്റും കാര്യങ്ങളുള്ളൂ എന്നുള്ളൂ. സംഭവം സെയിം തന്നെയാണ്. ഞാനതിനെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുത്തു. അപ്പോൾ ഫോട്ടോസൊക്കെ വെച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം, ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ബ്രൗണി മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒപ്പം ഐസ്ക്രീമും. ഈ ബ്രൗണിയും ഐസ്ക്രീമും കോംബോ അടിപൊളിയാണ്. ആരെയും കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഈ സംഭവം കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റിയാണ്. ബ്രൗണി വെറുതെ കഴിക്കുന്നേക്കാളും ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി നല്ല സൂപ്പറായിട്ട് തോന്നി. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അങ്ങനെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്തു. അങ്ങനെ ലൈറ്റൊക്കെ പോയി പിന്നെ കുറച്ച് നേരം നിർത്തി വെച്ചു. അങ്ങനെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു വെച്ചു. അങ്ങനെ കംപ്ലീറ്റ് ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ചധികം സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വന്നോളൂ. സോ ബാക്കി സാധനങ്ങൾ വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ലുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇത്രയാണ് ചെയ്തോളൂ. സോ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ ഇത്രയുള്ളൂ ഒരു കുട്ടി വ്ലോഗ്. സോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ. बसाऊं तेरे संग मैं अलग दुनिया, जो हुए तू उदास मुझे देख